വെങ്കടേഷും കപിൽദേവും ഭരണിയുമാണ് യുവരക്തങ്ങൾ. ഒരു പ്രായം കഴിഞ്ഞാൽ കാരണവന്മാർ മൂലയ്ക്ക് ഒതുങ്ങണമെന്നും കുടുംബഭാരം ചെറുപ്പക്കാരെ ഏൽപ്പിക്കണമെന്നും വാദിക്കുന്ന യങ് ടർക്സ്. പക്ഷേ ഭരണി അത്ര ചൂടനല്ല. മാത്രമല്ല, അഴകിലും ലക്ഷണങ്ങളിലും ഏവർക്കും മേലെയുമാവാം അവൻ്റെ സ്ഥാനവും. എന്നാൽ ഇതിനെല്ലാം അപ്പുറം ഈ ആനമലയിലെ ഏറ്റവും വലിയ താരത്തിളക്കമാവാനുള്ള ഭാഗ്യവും ഭരണിക്ക് തന്നെ സ്വന്തമാവേണ്ടതായിരുന്നു. ആനലോകത്തെ അപൂർവതകളിൽ അപൂർവതയായ ഇരട്ടപ്പിറവികളിൽ ഒന്നാണ് ഭരണിയും. മുതുമലയിലെ ഇരട്ടകളായ സുജയും വിജയും രണ്ടുപേരും കൊമ്പന്മാരാണെങ്കിൽ ഇവിടെ ഒരാൾ ആണും മറ്റേയാൾ പെണ്ണുമാണെന്ന് മാത്രം. ഭരണിയും അശ്വനിയും. ആനക്യാമ്പിൽ ഇപ്പോൾ പെൻഷൻ പറ്റി കഴിയുന്ന വള്ളിയാണ് അശ്വനി ഭരണിമാരുടെ അമ്മ. അതെ, അമ്മയും ഇരട്ടക്കുട്ടികളും ഒരേ ക്യാമ്പിൽ. അങ്ങനെ ഒരു അപൂർവ സംഗമം ടോപ്പ് സ്ലിപ്പിൽ സാധ്യമായിരുന്നെങ്കിൽ തീർച്ചയായും അവർ തന്നെ ആയിരുന്നേനെ ആനമലയിലെ അത്ഭുതങ്ങൾ. എങ്കിലും സമീപഭാവിയിൽ ആ ത്രിമൂർത്തി സംഗമത്തിനും സാധ്യതയുണ്ട്. അശ്വനി പെണ്ണ് കുറച്ചകലെയായി തമിഴ്നാട് വനം വകുപ്പിന് കീഴിലുള്ള വണ്ടല്ലൂർ മൃഗശാലയിൽ സേവനമനുഷ്ഠിക്കുകയാണ്. എങ്കിലും ആ നിർബന്ധിത സേവനം കഴിഞ്ഞ് അധികം വൈകാതെ അശ്വനി തിരിച്ചെത്തും. തൻ്റെ കൂടപ്പിറപ്പിൻ്റെ തിരിച്ചുവരവിനായി പൊന്നുപെങ്ങളുമായുള്ള പുനഃസമാഗമത്തിനായി തുടികൊട്ടുന്ന മനസ്സുമായി കാത്തിരിക്കയാവാം ആങ്ങള ഭരണി. ഇത്തരം സെന്റിമെന്റ്സ്, സ്വന്തബന്ധ വിചാരങ്ങൾ ആനകളുടെ കൂട്ടത്തിലും പ്രസക്തമാണോ എന്ന് ചോദിച്ചാൽ ഒരളവോളം സാധ്യമെന്ന് തന്നെയാണ് ശാസ്ത്രീയ മതം. മറ്റുള്ളതെല്ലാം നമ്മുടെ സങ്കല്പ പുഷ്പവിമാനങ്ങൾ. ആനമലയിലെ ആന മനസ്സുകൾ അങ്ങനെ 100 സ്വപ്നങ്ങളുമായി അവരവരുടെ സ്വകാര്യ ലോകങ്ങളിൽ നാടുവാഴുന്നു. വാഴ്ക നൻപർകളെ, വാഴ്ക.